Good morning students. Welcome to Malayalam class Standard 5. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പാഠമാണ് പഠിച്ചത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്ത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ട്രെയിൻ യാത്രയിൽ ആലുവായിൽ എത്തുന്നത് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ രൂപഭാവങ്ങളെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം യാത്ര ചെയ്ത് ആലുവായിലെത്തി. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്ത് ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. തേജോമയനായ അദ്ദേഹം ആലുവായിൽ ഇറങ്ങി. തേജോമയൻ എന്ന് പറഞ്ഞാൽ തേജോമയൻ, തേജസ് തുളുമ്പുന്നവൻ. അദ്ദേഹത്തെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും അനേകം ആളുകൾ അവിടെ കാത്തുനിന്നിരുന്നു. ഭക്തിയോടെ വണങ്ങി കാത്തുനിന്നവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നാരായണനോടൊപ്പം യാത്ര ചെയ്തവർക്ക് അപ്പോഴാണ് ആ ദിവ്യപുരുഷനെ മനസ്സിലായത്. അവർ ചുണ്ടിലിട്ട് ആ പേര് ഉരുക്കഴിച്ചു: ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരു. ജാതിയും ഉപജാതിയും നിറഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഈ നാട്ടിൽ ഗുരുദേവൻ ഉച്ചരിച്ച മന്ത്രം അവരുടെ ഓർമ്മയിൽ ഓടിയെത്തി. അപ്പം നോക്കിയേ, സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? ജാതിയും ഉപജാതിയും നിറഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, അല്ലേ? അപ്പം ഈ നാട്ടിൽ ഗുരുദേവൻ ഉച്ചരിച്ച മന്ത്രം എന്താണെന്ന് നോക്കിയേ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരാളെക്കുറിച്ച് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, കർമ്മം നോക്കിയാണ്. അപ്പം നോക്കിയേ, ഒരു മനുഷ്യൻ, അതായത് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ മതം നോക്കിയാണോ? അല്ല. അയാളുടെ ജാതി നോക്കിയാണോ? അല്ല. പിന്നെ എന്ത് നോക്കിയാണ്? കർമ്മം നോക്കിയാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, നല്ല പ്രവൃത്തി, നല്ല വാക്ക്, നല്ല ചിന്ത, ഇതാണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണം. അപ്പം നല്ല മനുഷ്യൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണം? നല്ല പ്രവൃത്തി ചെയ്യുന്നവനായിരിക്കണം, നല്ല വാക്ക് പറയുന്നവനായിരിക്കണം, നല്ല ചിന്തയുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളവരാണ്, അവരുടെ ലക്ഷണമാണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണം. ഇതാണ്. മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഗുരുദേവന്റെ മറ്റൊരു സന്ദേശം കൂടി നമ്മുടെ മനസ്സിൽ വരും. ആ സന്ദേശം ഇതാണ്. ഇനി നോക്കിയേ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ലവനാകുന്നത്? അല്ലേ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ലവനാകുന്നത്? മറ്റുള്ളവർ സഹോദരങ്ങളാണെന്ന് പഠിക്കുമ്പോഴാണ് ഓരോരുത്തരും നല്ലവരാകുന്നത്. അപ്പം മറ്റുള്ളവർ സഹോദരങ്ങളാണെന്ന് പഠിക്കുമ്പോഴാണ് ഓരോരുത്തരും നല്ലവരാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാനും അവരെ യഥാവിധി സഹായിക്കാനും നാം മുതിരും. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാനും അവരെ യഥാവിധി എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ സഹായിക്കാനും നാം മുതിരും. ഈ ഒരുക്കം അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സേവനവും ത്യാഗവും ചെയ്യണമെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്വന്തം ഭവനത്തിലുള്ളവരെ മാത്രമല്ല, അയൽക്കാരെയും അകലെയുള്ളവരെയും നാം സ്നേഹിക്കണം. ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരാൾ നല്ല മനുഷ്യനാകുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? മറ്റുള്ളവർ സഹോദരങ്ങളാണെന്ന് പഠിക്കുമ്പോഴാണ് ഓരോരുത്തരും നല്ലവരാകുന്നത്. അപ്പം നോക്കിയേ, ഇനിയിപ്പോൾ ആരെയാണ് നമ്മൾ നല്ല മനുഷ്യരെന്ന് വിവക്ഷിക്കുന്നത്? അല്ലേ? അപ്പം സേവനവും ത്യാഗവും ചെയ്യണമെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം.
സ്വന്തം ഭവനത്തിലുള്ളവരെ മാത്രമല്ല അയൽക്കാരെയും അകലെയുള്ളവരെയും നാം സ്നേഹിക്കണം. ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരെയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, ഗുരുദേവനെ അടുത്ത് കാണുവാനും സംസാരിക്കുവാനും മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച വസ്തുതയും ഈ സന്ദേശമായിരുന്നു. അപ്പോൾ ഗുരുദേവനെ അടുത്ത് കാണുവാനായിട്ടും സംസാരിക്കുവാനും നമ്മുടെ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച വസ്തുതയും ഈ സന്ദേശം തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പം മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച സംഗതികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെ ആയിരിക്കും? സാമൂഹ്യ നവോത്ഥാനം അല്ലേ, അതിൽ അതുപോലെ തന്നെ ഐത്തത്തിനെതിരെയുള്ള ആഹ്വാനം, അതുപോലെ തന്നെ മനസ്സിൻ്റെ നന്മയെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ചിന്തകൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ചിന്ത, പിന്നെ കർമ്മത്തിന് കൊടുത്ത പ്രാധാന്യം, യുക്തിപൂർവമുള്ള സംസാരം, ഇതൊക്കെയാണ് ഗുരുദേവനെ അടുത്ത് കാണുവാനും സംസാരിക്കുവാനും മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച സംഗതികൾ. ഓക്കെ, അപ്പം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങളോടും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം അർത്ഥം എഴുതുക എന്നുള്ളത് നോക്കിയാൽ അർത്ഥം എഴുതുക. ഉത്തരീയം എന്ന് പറഞ്ഞാൽ ഉത്തരീയം എന്ന് പറഞ്ഞാൽ രണ്ടാം മുണ്ട്. ഉത്തരീയം രണ്ടാം മുണ്ട്. അടുത്ത നോക്കിയേ ഭ്രാന്താലയം. ഭ്രാന്താലയം പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ വീടിനെയാണ് ഭ്രാന്താലയം എന്ന് പറയുന്നത്. ഭ്രാന്തന്മാരുടെ വീട്. ഓക്കെ, കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. കർമ്മം പ്രവൃത്തി. ഓക്കെ, മുതിരുക എന്ന് പറഞ്ഞാൽ മുതിരുക ഒരുങ്ങുക. മുതിരുക ഒരുങ്ങുക. ഓക്കെ, യഥാവിധി എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ, വിധി പോലെ അല്ലേ, വേണ്ടെന്ന പോലെ, വേണ്ട പോലെ. ഓക്കെ, അടുത്തായിട്ട് വിഗ്രഹിക്കാൻ നോക്കിയേ. തീവണ്ടി എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ഓടുന്ന വണ്ടിക്കാണ് തീവണ്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാക്കാനുള്ള പെട്ടി അല്ലേ, അതാണ് തീപ്പെട്ടി. ഇടിമുഴക്കം, ഇടിയുടെ മുഴക്കം. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്